Okay, listen here. Then soil we discussed in our previous class, and listen here. Soil is the uppermost layer of the earth. Plants get water and minerals from the soil through their roots. Small animals like insects and earthworms live in the soil. But where has the soils come from? It is about the soil. Soil is the uppermost layer of the earth. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ലെയർ ആണ് അല്ലേ എന്ത് സോയിൽ. ടോഷിൻ ഫവാസ് ഏഞ്ചൽ വീഡിയോ ഓൺ ചെയ്തേ. Then plants get water and minerals from the soil through their roots. നമ്മുടെ ചെടികൾക്കൊക്കെ മരങ്ങൾക്കൊക്കെ എന്താണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? മണ്ണിന്റെ അടിയിൽ നിന്നാണ്. ത്രൂ their റൂട്ട്സ് അവരുടെ വേരുകൾ വഴി അവരെന്ത് ചെയ്യുന്നു? മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ ജീവിക്കുന്നത്. Then small animals like insects and earthworms lives in the soil. But where has the soils come? നമ്മുടെ ഇൻസെക്ട്സ്, എർത്ത് വർംസ് ഇവരൊക്കെ ജീവിക്കുന്നത് എവിടെയാണ്? സോയിലാണ്. ദെൻ എവിടെ നിന്നാണ് ഈ സോയിൽ വരുന്നത്? വേർ ഈസ് ദ സോയിൽ കംസ് ഫ്രം? ഈ മണ്ണ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദെൻ എഡ്വിൻ, then in the beginning there was no life on the earth. ഭൂമി ഉണ്ടായ സമയത്ത് തന്നെ ഭൂമിയിൽ എന്തുണ്ടായില്ല? ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ, ഇവിടെ ആരും ജീവിക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ്. Then it was covered with thick layers of hard rocks. നമ്മുടെ എർത്ത് മുഴുവൻ എന്തായിരുന്നു? നല്ല വലിയ കട്ടിയുള്ള കല്ലുകളായിരുന്നു മുഴുവൻ, നമ്മുടെ ഭൂമിയിൽ മുഴുവൻ. Then for thousands of years, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ these rocks were heated by the sun and cooled by the rain. സൂര്യന്റെ ചൂടിന് ഈ റോക്സ് ഒക്കെ ചൂടാവുകയും മഴ വന്നപ്പോൾ തണുക്കുകയും ഒക്കെ ചെയ്തു. ചൂടും തണുപ്പും മാറി മാറി ഈ റോക്സിന്റെ പുറത്തൊക്കെ വീഴാൻ തുടങ്ങി. Then due to this, ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? The rocks broke into small pieces. ഈ വലിയ പാറക്കല്ലുകൾ ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിപ്പോവാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയാണ് മണ്ണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഭൂമിയിൽ നിറയെ എന്തായിരുന്നു? വലിയ റോക്സ് ആയിരുന്നു, വലിയ വലിയ കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. സോ മഴയും വെയിലും ഒക്കെ മാറി 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 വന്നപ്പോൾ അത് എന്ത് ചെയ്തു? സ്മോൾ പീസസ് ആയിട്ട് ബ്രോക്ക് ആയി, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടാൻ വേണ്ടി തുടങ്ങി. Then these small pieces were carried around by wind and water. മഴയും കാറ്റും ഈ ചെറിയ ചെറിയ പീസിനെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങി. അതായത് മഴയും വെയിലും മാറി മാറി വന്നപ്പോൾ വലിയ റോക്സ് ഒക്കെ പൊട്ടി ചെറിയ കഷ്ണങ്ങളായി. അങ്ങനെ ചെറിയ പീസസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ സ്മോൾ പീസസിന് നല്ല കാറ്റ് വരുമ്പോൾ, ശക്തിയുള്ള കാറ്റ് വരുമ്പോൾ ഈ സ്മോൾ പീസസ് എന്ത് ചെയ്യും? കാറ്റിന്റെ കൂടെ അങ്ങ് പറന്നു പോവും. ദെൻ വെള്ളം വരുമ്പോൾ ഈ വെള്ളത്തിന്റെ കൂടെ ഒലിച്ചിട്ട് പോവാൻ വേണ്ടി തുടങ്ങി. ചെറിയ പീസാണല്ലോ. Then in the beginning there was no life on earth. Then it was covered with thick layers of hard rock for thousands of years. These rocks were heated by the sun and cooled by the rain. Due to this, the rocks broke into small pieces. These small pieces were carried around by wind and water. നമ്മൾ പറഞ്ഞു അല്ലേ, മഴയും തണുപ്പും ഒക്കെ മാറി, മഴയും വെയിലും ഒക്കെ മാറി മാറി വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ വലിയ പാറക്കല്ലുകൾ ചെറിയ ചെറിയ പീസായിട്ട് പൊടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി. സോ അങ്ങനെ സ്മോൾ പീസസ് ആയിട്ടുള്ള അത് എന്ത് ചെയ്തു? മഴ നമ്മുടെ കാറ്റ് വരുമ്പോൾ കാറ്റിന്റെ കൂടെയും മഴയത്തും ഒക്കെ അത് വെള്ളത്തിലെ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകാൻ വേണ്ടി തുടങ്ങി. Then they rubbed against each other till they finally become tiny soil particles. എന്ത് ചെയ്തു? അങ്ങനെ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ അത് തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, തമ്മിൽ ഇങ്ങനെ ഒരസി ഒരസി പോകാൻ വേണ്ടി തുടങ്ങി. സോ അങ്ങനെ തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത സമയത്ത് അത് എന്ത് ചെയ്തു? പൊടിഞ്ഞ് പൊടിഞ്ഞ് ചെറിയ ചെറിയ മണ്ണിന്റെ കണികകളായിട്ട് മാറി. സോ നമ്മൾ ഭൂമി ഉണ്ടായപ്പോൾ ഉള്ള പാറക്കല്ലുകളൊക്കെ പൊടിഞ്ഞ് അവിടെ നിന്നത് അത് മഴയിലും കാറ്റിലും ഒക്കെ പറന്നിട്ടും ഒലിച്ചിട്ടും ഒക്കെ പോയി. ദെൻ കല്ലുകൾ തമ്മിൽ എന്താണ്? റബ്ബ് ചെയ്തിട്ടൊക്കെയാണ് എന്തായത്? ഇന്ന് കാണുന്ന സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയത്.
ജൂലിയറ്റ് മോളെ ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ടോയ്ലറ്റിലൊക്കെ പോണെങ്കിൽ നിങ്ങൾ അതൊക്കെ പോയിക്കോളൂ. അതൊക്കെ എന്താണ്? ഓക്കെ മോളെ. Soil is not the same where here. മോളെ soil that ഇപ്പൊ നമ്മൾ പറഞ്ഞ പാരഗ്രാഫാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സോയിൽ ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. soil is the uppermost layer of the earth. Plants get water and minerals from the soil through their roots. Small animals like insects and earthworms live in the soil. But where has soil come from? In the beginning, there was no life on earth. It was covered with thick layers of hard rocks. For thousands of years, those rocks were heated by the sun and cooled by the rain. Due to these, the rocks broke into small pieces. These small pieces were carried around by wind and water. They built against each other till they finally become tiny soil parts. Tiny soil particles. Okay, mole. Okay. Then soil particles, color and size. നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നതിന് മണ്ണിനെ കുറിച്ച് തന്നെയാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഹൗ ടു നമ്മൾ അന്ന് കാണുന്ന നമ്മുടെ മണ്ണ് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ഇന്നത്തെ മണ്ണ് എങ്ങനെയാണ്, ഹൗ ടു ഫോം ദിസ് as a tiny soil particles, and then we are discussing about the tiny soil particles color and size. നമ്മൾ ഇനി ഈ സോയിൽ പാർട്ടിക്കിൾസിന്റെ കളറും സൈസും എങ്ങനെയൊക്കെ ആണ്, അല്ലെങ്കിൽ ഈ മണ്ണ് എന്ന് സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മണ്ണിനെ തന്നെയാണ്, സോയിലിനെ തന്നെയാണ്. പക്ഷെ മണ്ണിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കണികകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചെറിയ ചെറിയ മണ്ണിന്റെ എന്താണ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അത് തന്നെ മണ്ണ് തന്നെയാണെങ്കിൽ എന്താണ് അതിന്റെ കളറിലും സൈസിലും ഡിഫറൻസ് ആണ് അല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മണ്ണ് എന്ന് പറയുമ്പോൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ വാരി എടുക്കുമ്പോൾ അതെല്ലാം ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിലുള്ള ചെറിയ ചെറിയ തരികളുടെ കളറിലും സൈസിലും ഡിഫറൻസ് ഉണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയല്ല. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോയിലിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോയിൽ ഈസ് നോട്ട് ദ സെയിം എവ്രിവെയർ. മണ്ണ് എല്ലായിടത്തും ഒരുപോലെയാണോ? നോ. Then the soil that you see on the road is different from the soil you see in the garden or in a field. നമ്മൾ എന്താണ് റോഡിൽ കാണുന്ന മണ്ണും നമ്മുടെ ഗാർഡനിലും ഫീൽഡിലും ഒക്കെ കാണുന്ന മണ്ണും ഡിഫറെൻ്റ് ആണല്ലേ. നമ്മുടെ റോഡിലുള്ള അതേ മണ്ണ് തന്നെയാണോ നമ്മുടെ പൂന്തോട്ടത്തിലും പാടത്തും വരുമ്പത്തും ഒക്കെ നമ്മൾ കാണുന്നത്? അല്ല, മണ്ണുകൾ ഡിഫറെൻ്റ് ആണ്. സോ different types of soil are made up of different kinds of soil particle. പലതരത്തിലുള്ള മണ്ണുകൾ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള മണ്ണിന്റെ കണികകൾ ഫോം ചെയ്തിട്ടാണ്. Then they differ in color and size. അതിന്റെ കളറിലും സൈസിലും ഡിഫറെൻ്റ് ആണ്. Then ജുവൽ ആൻഡ് ജോമൽ രണ്ടുപേരും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ ഒന്ന് മാറിയിരിക്കണം. കാരണം നിങ്ങളുടെ ബാക്കിലുള്ള ലൈറ്റ് മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് രണ്ടുപേരുടെയും ഫേസ് കാണാൻ വേണ്ടി പറ്റില്ല. സോ ലൈറ്റിന്റെ ബാക്കിൽ ഇരിക്കാതെ ലൈറ്റിന്റെ നേരെ ഇരിക്കുക തൊട്ട്. കേട്ടോ? കേൾക്കുന്നുണ്ടോ? രണ്ടുപേരും ഇരിക്കുന്നത് എന്ത് ചെയ്യുക, നേരെ ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കുക. ഒന്നുകിൽ എവിടെയാണോ ഇരിക്കുന്നത് റൂം മാറിയിട്ട് കറക്റ്റ് ആയിട്ട് വെളിച്ചം നിങ്ങളുടെ മുഖത്തേക്ക് വരാത്ത രീതിയിൽ ഇരിക്കുക. നിങ്ങളുടെ ബാക്കിൽ നിന്ന് ലൈറ്റ് ക്യാമറയുടെ സ്ക്രീനിൽ തട്ടുന്ന പോലെ ഇരിക്കരുത്. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ജുവൽ ആൻഡ് ജോമലിനെ? ഇല്ലല്ലോ. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആണ്, അതിന്റെ ഷാഡോ പോലെ രണ്ടുപേരുടെയും തല മാത്രമേ കാണുന്നുള്ളൂ. സോ രണ്ടുപേരും ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ലേ? നിങ്ങളെ കാണാത്തത് നിങ്ങൾ ലൈറ്റിന്റെ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ടാണ്.
സോ ബാക്കിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ ഇരിക്കരുത്. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് ക്യാമറയുടെ അടുത്തോട്ട് വന്നോട്ടെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ രണ്ടുപേരും മാറിയിരിക്കുക. ഓക്കെ, മാറിയിരിക്കുക മീൻസ് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണോ അതൊന്ന് കറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നിടത്ത് രണ്ടുപേരും ഇരിക്കുക. ദെൻ വാട്ട് ഡസ് ദ സോയിൽ കണ്ടെയ്ൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രാവൽ, സാൻഡ്, ക്ലേ ആൻഡ് ഹ്യൂമസ്. ഈ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? ചരലും മണലും കളിമണ്ണും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ ഈ സോയിൽ. സോ ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ വാട്ടർ. അത് വെള്ളത്തിനേക്കാൾ എന്താണ്? ലൈറ്റർ ആണ്. എന്താണ്? വെയിറ്റ് കുറവാണ്. ദെൻ ദെയർഫോർ ഇറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. അത് വെള്ളത്തിൽ എന്താണ്? എപ്പോഴും മുങ്ങിപ്പോവും അല്ലേ? നമ്മൾ കുറച്ച് മണ്ണ് വാരി വെള്ളത്തിലിട്ടാൽ അത് അതിന്റെ മുകളിൽ തന്നെ നിൽക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതെപ്പോഴും താണു പോവും അല്ലേ? വെള്ളത്തിലേക്ക് നമ്മൾ മണ്ണ് വാരി ഇടുകയാണെങ്കിൽ അതെപ്പോഴും അതിന്റെ അടിയിലേക്ക് താണു പോവും അല്ലേ? അത് മുകളിൽ തന്നെ പൊങ്ങി നിൽക്കോ? നോ. താണു പോയിട്ട് അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പോവുക, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ soil is made up of gravel, sand, clay and humus. It is lighter than water. അത് വെള്ളത്തിനേക്കാൾ വെയിറ്റ് കുറവാണ്. സോ അത് വെള്ളത്തിൽ എപ്പോഴും പൊങ്ങിക്കിടക്കും അല്ലേ? ഞാൻ പറഞ്ഞത് താണു പോകുമെന്നാണ്. സോറി. ഇത് എന്താണ്? വെള്ളത്തിൽ എപ്പോഴും പൊങ്ങിക്കിടന്നിട്ട് അതിലുള്ള വെയിറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് താഴ്ന്നു പോവുക അല്ലേ? അതായത് ഒരു പിടി മണ്ണ് നമ്മൾ വാരി ഇടുകയാണെങ്കിൽ കുറച്ച് ഭാഗം അതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. ആ പൊങ്ങിക്കിടക്കുന്നത് എന്താണ്? വെള്ളത്തിനേക്കാൾ വെയിറ്റ് കുറഞ്ഞ കാര്യങ്ങളാണ്. സോ അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം. പുട്ട് സം ഗാർഡൻ സോയിൽ ഇൻ എ ജാർ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു ജാറിൽ വെക്കുക, അതായത് ഒരു പാത്രത്തിൽ ഇടുക. ദെൻ ഫിൽ ഇൻ ദ ജാർ വിത്ത് വാട്ടർ. അതിൽ വെള്ളം നിറക്കുക. കുറച്ച് മണ്ണെടുത്ത് ഒരു ജാറിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നിറയെ നമ്മൾ വെള്ളം നിറക്കുക. ദെൻ കവർ ഇറ്റ് വിത്ത് എ ലിഡ് ആൻഡ് ഷേക്ക് വെൽ. അതൊരു ലിഡ് കൊണ്ട്, അതിൻ്റെ ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക, നന്നായിട്ട് കുലുക്കുക. ദെൻ ലീവ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ 15 minutes. വാട്ട് ഡു യു നോട്ടീസ്? അതെന്ത് ചെയ്യുക? കുറേ നേരം നമ്മൾ അനക്കാതെ വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റുക? അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കണം. നമ്മൾ കുറച്ച് ഗാർഡൻ സോയിൽ എടുക്കുക, എന്നിട്ട് ഒരു ബോട്ടിലിൽ ഇടുക. പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലുള്ള ജാറായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും കളറുള്ള ബോട്ടിലിൽ ഇട്ടാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്? കാണാൻ വേണ്ടി പറ്റുന്ന ഇങ്ങനത്തെ ഗ്ലാസ് ജാർ ഉണ്ടല്ലോ, അങ്ങനത്തെ ജാർ എടുക്കുക. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ ബോട്ടിലൊക്കെ. സോ അങ്ങനത്തെ ബോട്ടിൽ എടുത്തിട്ട് അതിലെന്ത് ചെയ്യാം? കുറച്ച് മണ്ണ്, ഗാർഡൻ സോയിൽ, നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള കുറച്ച് മണ്ണെടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് നേരം അനക്കാതെ വെക്കുക. ദെൻ as the bottom will be layer of gravel which is made up of the heaviest soil particles. അപ്പോൾ ഏറ്റവും അടിയിൽ ഉണ്ടാവുക ഗ്രാവലാണ്, ചരലാണ് ഏറ്റവും അടിയിൽ കാണാൻ വേണ്ടി പറ്റുക. സോ അതെന്താണ്? അത് വെള്ളത്തിൽ, നമ്മുടെ മണ്ണിൽ ഏറ്റവും വെയിറ്റ് കൂടിയ സാധനമാണ് ഏറ്റവും അടിയിൽ നിൽക്കുക. വെയിറ്റ് കൂടിയതാണല്ലോ എപ്പോഴും വെള്ളത്തിൽ താഴ്ന്നു കിടക്കുക. അപ്പോൾ കുറച്ച് മണ്ണ് വാരിയിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഏറ്റവും അടിയിലുള്ള ലെയറിനെ നമ്മൾ ഗ്രാവൽ എന്ന് പറയും. അതാണ് ചരൽ. ആ വെള്ളത്തിൽ, ആ മണ്ണിലുള്ള ചരലാണതല്ലേ. ചരലിന് എന്താണ്? കുറച്ച് വെയിറ്റ് ആണ് അല്ലേ. സോ അതെപ്പോഴും വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഏറ്റവും ബോട്ടിലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് അതുണ്ടാവും. ദെൻ എബോവ് ദീസ് വിൽ ബി എ ലെയർ ഓഫ് സാൻഡ്. ഇതിൻ്റെ മുകളിൽ എന്താണ്? മണലിൻ്റെ ഒരു ലെയർ ഉണ്ടാവും, സാൻഡ്. അതായത് ഒരു മണലിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ, ഒരു സോയിലിൽ ഇതൊക്കെ ഉണ്ട്. സാൻഡ് ഉണ്ട്, ക്ലേ ഉണ്ട്, ഹ്യൂമസ് ഉണ്ട്, ഗ്രാവൽ ഉണ്ട്. ഇതൊക്കെ സോയിലിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അതിൽ ഇത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവുള്ളൂ. നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാം. എല്ലാവരും ഇന്ന് എന്ത് ചെയ്യുക? ഇതൊന്ന് ചെയ്തിട്ട് മിസ്സിന് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരിക. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിലിൽ എന്താണ് ജെവിൻ? എന്തെങ്കിലും കോമഡി ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. പിന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞത് നല്ല കോമഡി ആയിട്ട് തോന്നിയോ? ഇല്ലല്ലോ. ആണോ? അവിടെ നന്നായി ശ്രദ്ധിച്ചിരിക്കണേ. കേട്ടോ ജെവിൻ?
അച്ഛനും അമ്മയും അവര് ഇപ്പൊ ആരോ രണ്ടുപേരും അതിൽ കൂടെ പോയി, അച്ഛൻ അമ്മയായിരിക്കും. അപ്പൊ ജെവിൻ മിണ്ടാതിരിക്കുകയാണ് ജെവിനോടല്ല പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ജെവിനെ എടുത്തു വിളിച്ചത്. ജെവിൻ അപ്പൊ അടങ്ങിയിരിക്കുകയാണ് അവര് കേൾക്കാതിരിക്കാൻ വേണ്ടി. അല്ല ജെവിൻ, ആരോടോ പറയുന്നതെന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി അവൻ മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പേരെടുത്ത് വിളിച്ചത്. കേട്ടോ ജെവിന്ന്? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഒരു ബോട്ടിൽ എടുക്കാം. ബോട്ടിൽ ഉണ്ടാവും എല്ലാവരുടെ അടുത്ത്. കുപ്പിയുടെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതെടുത്തിട്ട് അതിൽ കുറച്ച് നല്ല മണ്ണ്, അതായത് നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഉള്ള, അതായത് ഒരു തരം കട്ട പിടിച്ച മണ്ണുണ്ടല്ലോ നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ആയ പോലുള്ള ഒരു മണ്ണല്ലേ നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവുക. അത് കുറച്ച് വാരിയിട്ട് എന്ത് ചെയ്യുക, ആ ബോട്ടിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് അനക്കാതെ വെച്ച് കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഇങ്ങനെ ലെയർ ആയിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. നല്ല മണ്ണാണെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കാം നമുക്ക്. സോ അതിൻ്റെ ഏറ്റവും അടിയിൽ ഗ്രാവൽ ഉണ്ടാവും, മുകളിൽ സാൻഡ് ആയിരിക്കും, ദെൻ അതിൻ്റെ മുകളിലുള്ള ഭാഗം ക്ലേ ആയിരിക്കും, ദെൻ അതിൻ്റെ മുകളിൽ ഉള്ള ഭാഗത്തിന് ഹ്യൂമസ് എന്ന് പറയും. സോ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കുക. എന്നിട്ട് നമുക്ക് ഈ പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്കിപ്പോൾ ക്ലാസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് പോർഷനിൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അത്രയില്ല. 4th ക്ലാസ്സിന് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് എന്ത് ചെയ്യാം, മിസ്സിനൊന്ന് സെൻഡ് ചെയ്ത് തരാം. എന്താണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, നമ്മുടെ ടൈം ഇപ്പോൾ ഏകദേശം കഴിയാൻ വേണ്ടി പോവാണ്. സോ വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതേപോലെ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ഗ്രാവൽ, സാൻഡ്, ക്ലേ, ഹ്യൂമസ് എന്നിങ്ങനെയാണ് അതിലെന്ത് ചെയ്യുക, അതിലുള്ള കണ്ടൻസ് ഒക്കെ വരിക. അങ്ങനെ 4 ലെയറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും ചെളിവെള്ളമൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മൾ എന്തെങ്കിലും മോശം വെള്ളം അല്ലെങ്കിൽ ചെളിവെള്ളമൊക്കെ എടുത്ത് ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ എന്താണ്, അതിൻ്റെ ചെളി ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളത് നോട്ടീസ് ചെയ്യാത്തതുകൊണ്ടാണല്ലേ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.